നമ്മൾ എവിടെ ആയിരിക്കണം എന്നത് ആണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം. മറവിലുള്ള അമ്പാണ് ഞാൻ എന്ന വലിയ ചിന്ത. മിനുക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ ചില വേദനകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, സങ്കടങ്ങൾ ഉണ്ടാകാം. ഒരു സ്പെസിഫിക് സെലക്ഷൻ ആണ്. അവിടെ പറയുന്നു, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു വേർതിരിച്ചു. ഗർഭം മുതൽ വിളിച്ചു വേർതിരിച്ചതാണ്. നമ്മളെ അങ്ങനെ വെറുതെ എവിടെ നിന്നെങ്കിലും എടുത്തതല്ല. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ കണ്ട ഒരു ദൈവമാണ്. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ കണിയാമ്പാറ പ്രാർത്ഥനാ യോഗത്തിന്റെ ഈ പ്രെയർ മീറ്റിംഗിൽ വന്നു ചേർന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ പ്രവാചക പുസ്തകത്തിൽ നിന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. വിശുദ്ധ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ വാക്കു കേൾക്കുകയും ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിക്കുകയും, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കെ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തന്റെ കൈകളുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണയിൽ മറച്ചു വെച്ചു. എന്നോട്, ഇസ്രായേലേ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഞാൻ വെറുതെ അധ്വാനിച്ചു, എന്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എന്റെ ന്യായം യഹോവയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പരമപിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ ഈ വിശുദ്ധ ദിവസത്തിന്റെ സായം സന്ധ്യയിൽ അടുത്തു വരുവാൻ അവിടുന്ന് ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ചിന്തകളിലും ആലോചനകളിലും തമ്പുരാന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഒരുമിച്ചുള്ള ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണം. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ദൈവാനുരൂപണത്തിലുള്ള 3 കൂദാശകളാണ് ഉള്ളത്. പ്രധാനമായും എല്ലാത്തിനും അതിൻ്റെ തലത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും കൂടുതലായി ദൈവാനുരൂപണത്തിനുള്ള 3 കൂദാശകൾ, ഒന്ന് വിശുദ്ധ മാമോദീസായും വിശുദ്ധ കുംഭസാരവും വിശുദ്ധ മൂറോൻ അഭിഷേകവും മാമോദീസയുമാണ്. 3 കാര്യങ്ങൾ: മാമോദീസ, മൂറോൻ അഭിഷേകം, വിശുദ്ധ കുർബാന. ഇതിൽ വിശുദ്ധ കുർബാനയെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തെ ദൈവാനുഭവമാക്കി മാറ്റുകയും ദൈവസാന്നിധ്യമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും ചെയ്ത തമ്പുരാന്റെ വലിയ അനുഭവത്തെ പറ്റി നമ്മൾ ഇന്ന് രാവിലെ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇവിടെ വായിച്ച വേദഭാഗത്തിലെ 2-ാമത്തെ വാക്യം, അതിന്റെ അവസാന ഭാഗം ഞാനൊന്ന് വായിക്കട്ടെ. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ വെച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ വെച്ചു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയ്ക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, ആ സഭയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്, ആ സഭയിലെ അംഗങ്ങൾക്ക് ചില സ്വഭാവ വിശേഷതകളുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ അമ്പുകളാക്കി ദൈവം തിരഞ്ഞെടുത്തു എന്നത് നമുക്ക് അഭിമാനിക്കാനായിട്ട് കഴിയുന്ന കാര്യമാണ്. ഈ അമ്പിന്റെ ചില പ്രത്യേകതകൾ നിങ്ങളോട് ഒരുമിച്ച്
പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മാനേജ്മെന്റ് വിദഗ്ധർ സ്മാർട്ട് എന്ന ഒരു തിയറി അവതരിപ്പിക്കുന്നുണ്ട്. സ്മാർട്ട് എന്താണ് എന്നത്, അതിനവർ ചില സ്വഭാവ വിശേഷതകൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇന്ന് ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഈ വേദഭാഗം അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നത് എനിക്ക് തോന്നി. ഒന്ന്, ഇവിടെ സ്പെസിഫിക് ആണ് ഇത് സ്പെസിഫിക് ഗോൾസ്. ഒരു സ്മാർട്ടായിട്ടിരിക്കേണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്പെസിഫിക് ആയിരിക്കണം. ഇവിടെ അമ്പിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ അമ്പ് യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ട അമ്പാണ്. യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ട അമ്പാണ്. വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഉള്ള സെലക്ഷനാണ് നമ്മുടേത്. സ്പെസിഫിക് സെലക്ഷനാണ്. അവിടെ പറയുന്നു, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു വേർതിരിച്ചു. ഗർഭം മുതൽ വിളിച്ചു വേർതിരിച്ചതാണ്. നമ്മളെ അങ്ങനെ വെറുതെ എവിടെ നിന്നെങ്കിലും എടുത്തതല്ല. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ കണ്ട ഒരു ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്, ചില പ്രത്യേകതകളുണ്ട് എന്നത് ഒരിക്കലും മറന്നുകൂടാ. യോഹന്നാൻ സ്നാപകനെ പറ്റി നമുക്കറിയാം, അബ്രഹാമിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇങ്ങനെ എല്ലാ ആളുകളെ സംബന്ധിച്ചും ചില പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടെയാണ്. മോശയുടെ ജീവിതത്തെ കുറിച്ച് അറിയാം. മോശ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ ദൈവത്തിന്റെ വലിയ പരിപാലനം അതിനു മുമ്പ് തന്നെ കണ്ട ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്പെസിഫിക് ആയിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കർത്താവ് നമ്മളെ വ്യക്തമായി വിളിച്ച് വേർതിരിച്ചിരിക്കുക. ഈ അബ്രഹാമിന്റെ ജീവിതത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു കഥ ബാബു പോൾ തൻ്റെ ഒരു പുസ്തകത്തിൽ ബൈബിൾ നിഘണ്ടുവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ നിമ്രോദ് എന്ന് പറയുന്ന രാജാവ് ഈ അബ്രഹാമിനെ തീയിലിട്ട് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണാനായിട്ട് ധാരാളം ആളുകളൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ലോത്തിന്റെ പിതാവുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോ ഇതിനകത്ത് ലോത്തിന്റെ പിതാവായ ഹാരാൻ വിചാരിക്കുകയാണ്, അബ്രഹാം അവിടെ ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഞാൻ ഈ ദൈവത്തെ ആരാധിക്കാം. നിമ്രോദിന്റെ കൂട്ടത്തിലാണ് അബ്രഹാം പരാജയപ്പെട്ട നിമ്രോദിന്റെ കൂട്ടത്തിലൊക്കെ ചേരാമെന്ന് വിചാരിച്ച് ഹാറാൻ അവിടെ ഇരിക്കുകയാണ്. മറു സൈഡിൽ ജനങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ജനങ്ങൾ വിചാരിച്ചു ഈ ഹാരാൻ എന്ന് പറയുന്ന ആള് വളരെ നല്ല മാന്ത്രികനാണ്, അദ്ദേഹം ചിലപ്പോൾ ചില മാന്ത്രിക വിദ്യകളൊക്കെ കാട്ടി ഇയാളെ അബ്രഹാമിനെ രക്ഷിച്ചെടുക്കും. അപ്പോഴാണ് ദൈവത്തിന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നത്. ആ ഹാരാനെ തീയിൽ നശിപ്പിച്ച് കളയുന്നുണ്ട്. അവിടെ അബ്രഹാം തീയിൽ വിജയശ്രീലാളിതനാകുന്നതാണ് ആ കഥയുടെ അവസാനം. ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ട് വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവം നമ്മളെ വ്യക്തമായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകല്ല. രണ്ടാമതായിട്ട് പറയുന്നത് മെഷറബിൾ ആണ്. മെഷറബിൾ ഗോൾസ് ഉള്ളവരാണ് വിജയിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. മെഷറബിൾ വ്യവസ്ഥയുള്ള ലക്ഷ്യം ഉള്ളവരാണ് വിജയിക്കുന്നതെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഈ അമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? യഹോവ മിനുക്കുന്ന അമ്പാണ്. യഹോവ മിനുക്കിയെടുക്കുന്ന അമ്പാണ് ഇത്. എന്താണ് മിനുക്കിയെടുക്കുക എന്ന് പറയുന്നത്? ഒരു അമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ ഷാർപ്പായിരിക്കണം. അതിന്റെ എഡ്ജുകളൊക്കെ വളരെ വളരെ കൂർമ്മനയോടുകൂടെ ഉള്ളതായിരിക്കണം. അത് തുരുമ്പ് പിടിച്ചിരിക്കാൻ പാടില്ല, അത് വളഞ്ഞിരിക്കാൻ പാടില്ല. അത് വളരെ കൃത്യമായി അതിന്റെ വേഗതയ്ക്ക് അനുസരിച്ച് അത് മുന്നോട്ട് പോകത്തക്കവണ്ണം അതിന്റെ വെയിറ്റും അതിന്റെ രീതികളും ഒക്കെ വളരെ മിനുക്കിയെടുക്കണം. വ്യവസ്ഥകളോടുകൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഈ വ്യവസ്ഥകളോടുകൂടി മിനുക്കിയെടുക്കുന്ന ഒരു അമ്പായിട്ട്
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. മിനുക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ ചില വേദനകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം. ഓരോ മഴക്കാലം കഴിയുമ്പോഴും ചെടികളൊക്കെ വെട്ടി നമ്മളിങ്ങനെ പ്രൂൺ ചെയ്തൊക്കെ നിർത്തുന്ന പതിവുണ്ടല്ലോ. നിശ്ചയമായും ആ ചെടിക്ക് വേദനിക്കുന്നുണ്ടാവാം. പക്ഷെ വേദനിച്ചാലും ഒരു ഗുണമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ മഴക്കാലത്ത് ഈ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ അത് ആർത്ത് കിളിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയായിട്ട് അത് വർദ്ധിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മിനുക്കിയെടുക്കണം. ചെത്തിക്കളയേണ്ടതിനെയൊക്കെ ചെത്തിക്കളയണം. ജീവിതത്തിൽ വേണ്ടാത്തതിനെയൊക്കെ ഉപേക്ഷിച്ച് മാറ്റണം. മിനുക്കിയെടുക്കണം. കർത്താവ് നമ്മളെ മിനുക്കിയെടുക്കുകയാണ്. ഓരോ വിശുദ്ധ കുമ്പസാര ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോഴും നമ്മൾ ഈ ഒരു മിനുക്കിയെടുക്കുകയാണ്. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഏറ്റവും വിനയഹൃദയത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലെ മോശപ്പെട്ട അവസ്ഥകളെ ഒന്ന് മാറ്റിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ ജീവിപ്പാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നു, സ്മാർട്ടിന്റെ മൂന്നാമത്തെ അവരുടെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയാമോ? അച്ചീവബിൾ ഗോൾസ് എന്നാണ്. അച്ചീവബിൾ ഗോൾസ്. യഹോവയുടെ ഇതിനകത്തെ മൂന്നാമത്തെ ഇവിടെ പറയുന്ന അമ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യഹോവയുടെ മറവിലുള്ള അമ്പാണ്. യഹോവയുടെ മറവിലുള്ള അമ്പാണ്. ഇവിടെ പറയുന്നു, അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു, മറഞ്ഞിരിക്കുകയാണ്. അച്ചീവബിൾ ആയിട്ട് മറച്ചു വെക്കാണ്, ഉപയോഗിക്കുവാൻ തക്കവണ്ണം, അതിനെ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം, ജീവിതത്തിൽ വളരെയേറെ ഫലകരമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ ഉപയോഗിക്കുവാനായിട്ട് വെച്ചിരിക്കുകയാണ്. ദൈവം നമ്മളെ വളരെ വ്യക്തമായി സ്പെഷ്യലായിട്ട് കണ്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മളെ മറച്ചു വെച്ചിരിക്കുക. ഓരോ ഇടങ്ങളിൽ, ഓരോ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിനയപ്പെടുത്തുമെങ്കിൽ അവർ നമ്മളെ ഉപയോഗിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ അനുഭവത്തെ നമ്മൾ മൂന്നാമതായിട്ട് തിരിച്ചറിയേണ്ടത് നിറവേറ്റാൻ കഴിയുന്ന ലക്ഷ്യത്തോട് ചേർന്നുള്ളതാണ്. നിറവേറ്റാൻ കഴിയുന്ന ലക്ഷ്യത്തോടുകൂടെ ഈ അമ്പ് ഇരിക്കുകയാണ്. നിറവേറ്റാൻ കഴിയുന്ന ലക്ഷ്യത്തോടുകൂടെ. നാലാമതായിട്ട് ഇവിടെ പറയുകയാണ്, റിയലിസ്റ്റിക് ഗോൾസ് ആയിരിക്കണം. യാഥാർത്ഥ്യ ബോധത്തോടുകൂടെയുള്ള ഒരു അനുഭവമാണ്. യാഥാർത്ഥ്യ ബോധത്തോടുകൂടെയുള്ള റിയലിസ്റ്റിക് ഗോൾ ആണ്. യഹോവയുടെ പൂണിയിലെ അമ്പായിട്ട് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. യഹോവയുടെ പൂണിയിലെ അമ്പാണ് നമ്മൾ. അവിടെ പറയുന്നു, എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ വെച്ചു. വേറെ എവിടെയെങ്കിലും ഇരിക്കുകയല്ല, യഹോവയുടെ പൂണിയിൽ വെക്കുകയാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുവാൻ, യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം യഹോവയുടെ അടുക്കൽ വെക്കുകയാണ്. സാധാരണ പറയുന്നൊരു പദമാണ് മിസ്പ്ലേസ്ഡ് വൺ ഈസ് എ ലോസ്റ്റ് വൺ എന്ന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പഴയ ഫ്രേസ് ഉണ്ട്. ചില ഈ ബിരുദരുണ്ട്, ഈ ലൈബ്രറിയിൽ പോകുമ്പോൾ കാണിക്കുന്ന ഒരു മിടുക്കുണ്ട്. എന്താണെന്നറിയാമോ? ലൈബ്രറിയിൽ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് ഓരോരോ സെക്ഷൻ വൈസ് ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫിസിക്സിൻ്റേത് ഒരിടത്ത്, ഫിസിക്സിൽ തന്നെ ഓരോ വിഭാഗം അതാതിൻ്റെ ഇടത്തിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. പൊളിറ്റിക്സ് വിഭാഗം വേറെ ആയിരിക്കാം, ഹിസ്റ്ററി ബുക്സ് വേറൊരിടത്തായിരിക്കാം, സാഹിത്യം വേറൊരിടത്തായിരിക്കാം. എന്നാൽ ചില ബിരുദന്മാരുണ്ട്, ഈ ഫിസിക്സിലെ എനിക്ക് വായിക്കണമെന്ന് കരുതുന്ന പുസ്തകം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആരും എടുക്കാതിരിക്കാൻ വേണ്ടി ഈ പുസ്തകം എടുത്തുകൊണ്ട് കൊണ്ടുപോയി മലയാളത്തിനകത്ത് കൊണ്ടുവെക്കുന്ന ആളുകളുണ്ടാവാം. എന്നാൽ നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ
കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവരായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടെ ഇരിക്കുന്ന യഹോവയുടെ മറവിലുള്ള അമ്പാണ്, യഹോവയുടെ മറവിലുള്ള അമ്പാണ് ഞാൻ എന്ന വലിയ ചിന്ത നമ്മളെ ഭരിക്കണം. യഹോവയുടെ പൂണിയിലുള്ള അമ്പാണ് ഞാൻ എന്ന ചിന്ത നമ്മളെ ഭരിക്കണം. അവസാനത്തെ വാക്കെന്ന് പറയുന്നത് ടി ആണ്. ടൈം ബൗണ്ട് ഗോൾസ് എന്നാണ് ഒരാൾ സ്മാർട്ടായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ പറയുകയാണ് യഹോവയുടെ കയ്യെത്തും ദൂരത്താണ്. വളരെ ടൈം ബൗണ്ടായിട്ട് കർത്താവിന് ഉപയോഗിക്കത്തക്കവണ്ണം നമ്മളായിരിക്കണം. നമ്മൾ എവിടെ ആയിരിക്കണം എന്നത് ആണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം എന്ന നമ്മുടെ ഒരു വിജയത്തെ നിർണ്ണയിക്കുന്നത്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്ന, നമുക്കേറെ വിഷമമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആള്. ഒത്തിരി പ്രതീക്ഷയോടുകൂടെ കേരളം കണ്ട ഒരു യുവ നേതാവാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ട്രാപ്പുകളാണോ എന്നെനിക്കറിയില്ല. ആണെങ്കിൽ അദ്ദേഹം അതിൽ നിന്നൊക്കെ വിജയിച്ചു വരട്ടെ. അതല്ല എങ്കിൽ നമ്മളെ ഒരു വലിയ പാഠം പഠിപ്പിക്കുകയാണ്, വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ എവിടെ ആയിരിക്കണം എന്നത് വളരെ കൃത്യമാണ്. എവിടെ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചാറ്റുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. നമ്മൾ എവിടെ ആയിരിക്കുന്നു? യഹോവയുടെ പൂണിയിൽ, യഹോവയുടെ കയ്യെത്തും ദൂരത്ത്, ടൈം ബൗണ്ടായിട്ട് നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയണം. കർത്താവിന് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവൈലബിൾ ആയിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമകളായിരിക്കണം എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലെ അമ്പുകളാണ് എന്നത് ഓർക്കുക. ദൈവത്തിന് ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് തന്റെ ഇരയെ പിടിക്കുവാൻ, ഒരു പടയാളിയെ സംബന്ധിച്ച് തന്റെ ശത്രുവിനെ നിഗ്രഹിക്കുവാൻ കഴിയുന്ന തരത്തിൽ പ്രയോജനപ്പെടുന്ന ആയുധമാണ് ഈ അമ്പ് എന്ന് പറയുന്നത്. ദൈവത്തിന് ഈ ലോകത്ത് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ് അമ്പായി പ്രയോജനകരമായി തീരുവാൻ. ഇന്ന് നമ്മൾ രാവിലെ ഓർത്തതുപോലെ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിന്റെ ശരീരം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. കർത്താവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. ഈ ജീവിതത്തോടുകൂടെ ഈ സമൂഹത്തിൽ സാക്ഷികളായി നിൽപ്പാനായിട്ടാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിപ്പാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളുടെ ജീവിതം വളരെ സ്മാർട്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതം അങ്ങനെ സ്മാർട്ടാകാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു അമ്പായി തീരാൻ 5 ഗുണങ്ങളാണ് പറഞ്ഞത്. 1, യഹോവയാൽ മെനയപ്പെട്ട അമ്പാണ്, യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ട അമ്പാണ് എന്നത് ഓർക്കുക. യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള ഉദ്ദേശത്തോടുകൂടെ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. 2, യഹോവ മിനുക്കുന്ന അമ്പാണ്. അത് വളരെ കൃത്യമായി നമ്മളെ മെനഞ്ഞ് കർത്താവ് ആക്കുകയാണ്. 3, യഹോവയുടെ മറവിലുള്ള അമ്പാണ്, യഹോവയുടെ പൂണിയിലെ അമ്പാണ്, കയ്യെത്തും ദൂരത്തുള്ള അമ്പാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നല്ല അമ്പുകളായി ഈ നാളുകളിലൊക്കെ പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമാറാകട്ടെ. എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഈ പ്രയർ ഗ്രൂപ്പിനോടും ഈ ഭവനത്തോടും പ്രാർത്ഥന മക്കളോടുകൂടെ ദൈവം അനുഗ്രഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമാറാകട്ടെ.